വിദേശ ഇന്ത്യക്കാർക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്ന OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഈ നിയമങ്ങൾ OCI കാർഡ് ഉടമകളെ എങ്ങനെ ബാധിക്കുമെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ഇനി മുതൽ ഒരു വ്യക്തിക്ക് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയോ അതിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അവരുടെ OCI കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. അതായത് കുറ്റം ചെയ്താൽ OCI കാർഡ് പോകാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. MHA പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1955 പൗരത്വ നിയമത്തിലെ 7D വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചാൽ അല്ലെങ്കിൽ 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കുറ്റപത്രം നൽകിയാൽ അയാളുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. പുതിയ OCI നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. OCI കാർഡ് ഉടമയ്ക്ക് 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചാൽ കാർഡ് റദ്ദാക്കാം. 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് OCI കാർഡ് ഉടമയ്ക്കെതിരെ കുറ്റപത്രം നൽകിയാൽ കാർഡ് റദ്ദാക്കാം. ഈ പുതിയ നിയമങ്ങൾ OCI രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നിയമം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് കുറ്റം ചെയ്താലും ബാധകമാകും. ഇന്ത്യൻ നിയമപ്രകാരം കുറ്റമായി കണക്കാക്കുന്ന എന്തെങ്കിലും വിദേശത്ത് ചെയ്താലും ഈ നിയമം ബാധകമാണ്. ഒരു OCI കാർഡ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള മറ്റ് സാഹചര്യങ്ങളുമുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി OCI രജിസ്ട്രേഷൻ നേടിയാൽ, അതായത് ആരെങ്കിലും കള്ളം പറഞ്ഞോ ഒളിച്ചു വെച്ചോ OCI കാർഡ് എടുത്താൽ അത് റദ്ദാക്കും. ഇന്ത്യൻ ഭരണഘടനയോട് കൂറില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാലും കാർഡ് റദ്ദാക്കും. ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ശത്രുക്കളുമായി കച്ചവടം നടത്തുകയോ അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താലും കാർഡ് റദ്ദാക്കാം. OCI രജിസ്ട്രേഷൻ എടുത്ത് 5 വർഷത്തിനുള്ളിൽ 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിച്ചാലും കാർഡ് റദ്ദാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ, പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ OCI കാർഡ് റദ്ദാക്കാം. വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി 2005 തുടങ്ങിയ പദ്ധതിയാണ് OCI. ഇതിലൂടെ ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് വിസയില്ലാതെ ഇന്ത്യയിൽ വരാനും പോകാനും സാധിക്കും. 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരുന്നവർക്ക് OCI സ്റ്റാറ്റസ് ലഭിക്കും. പക്ഷേ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പൗരത്വം ഉണ്ടായിരുന്നവർക്കോ അവരുടെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ ഈ OCI സ്റ്റാറ്റസ് ലഭിക്കില്ല. OCI കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. എന്നാൽ അവർക്ക് വോട്ട് ചെയ്യാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ കഴിയില്ല. അതുപോലെ കൃഷിഭൂമി വാങ്ങാനും സാധിക്കില്ല. പുതിയ നിയമങ്ങൾ വന്നതോടെ OCI കാർഡ് ഉടമകൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാനും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനും എല്ലാവരും ശ്രമിക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.